ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് സൂറത്തിൽ നിന്നും നേരെ പോകാൻ പോവുകയാണ് കാശ്മീർ. കാശ്മീരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരിട്ട് ഫ്ലൈറ്റുകളിലതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇവിടുന്ന് ദില്ലിയിൽ നിന്ന് പിന്നെ കാശ്മീരിലേക്കാണ്. ഇപ്പോൾ ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ആയിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്, അതായത് മാവ് എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ദില്ലിയിൽ ലാൻഡായി. ദില്ലിയിൽ നമുക്ക് ഡൊമസ്റ്റിക് ട്രാൻസ്ഫറാണ്. അപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫറിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അതിനുശേഷം കുറച്ച് ടൈം നമുക്ക് കിട്ടുന്നതായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കുള്ള ടൈമായി. ആ ടൈമിലേക്ക് നമ്മൾ വീണ്ടും അടുത്ത ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ലാൻഡിങ് ചെയ്യാനായി. ഏകദേശം ചെയ്യുന്നതിന്, അതായത് കാശ്മീർ ലാൻഡ് ചെയ്യുന്നതിന് ഏകദേശം 30 മിനിറ്റ് മുമ്പ് നമുക്ക് ഈ മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ എപ്പോൾ പോയാലും വിൻഡോ സീറ്റ് തന്നെ സെലക്ട് ചെയ്താൽ കൂടുതൽ അടുത്ത് കാണാനും കൂടുതൽ മനോഹരമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനും പറ്റും. നടുക്കലത്തെ സീറ്റാണെങ്കിൽ ശകലം ബുദ്ധിമുട്ടാണ് ആൾക്കാർ, കാരണം ഇങ്ങനത്തെ ഒരു മനോഹരമായ വ്യൂ ആയതുകൊണ്ട് അത് ക്യാപ്ചർ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് ആൾക്കാർ എപ്പോഴും ഒരു കവർ ചെയ്യും. അതുകൊണ്ട് സൈഡ് സീറ്റാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് അത് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾ. അപ്പം കാശ്മീർ എന്ന് പറഞ്ഞാൽ അത് പാരഡൈസ് ഓഫ് എർത്ത് എന്നാണ് പറയുന്നത്. അത് ശരിക്കും നമ്മളവിടെ ചെന്നെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. പിന്നെ അങ്ങനെ ഏകദേശം നമ്മൾ ലാൻഡിങ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. വാർണിംഗ് നാഷണൽ സെക്യൂരിറ്റി വാർണിംഗ് ആണിത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ്, അതായത് എടുക്കാനേ പാടില്ല. ഫോട്ടോഗ്രാഫിയും പാടില്ല, വീഡിയോയും പാടില്ല. നമ്മുടെ ജമ്മു കാശ്മീർ എയർപോർട്ടിൽ നമ്മൾ പുറത്തു വന്നതിന് ശേഷം നമുക്ക് വീഡിയോസ് എടുക്കാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട് പാൽഗാമിലേക്ക്. ഈ കാണുന്ന മസ്ജിദ്, ഈ ഒരു മോസ്കിലാണ് നമ്മൾ ബജ്രംഗി ഭായിജാൻ ഫിലിമിൽ സൽമാൻ ഖാൻ ഇത് കെട്ടുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഷൂട്ടായത്. കൂടുതലും ഭാഗങ്ങൾ നമ്മുടെ ബജ്രംഗി ഭായിജാൻ അതേപോലെ തന്നെ ഒരുപാട് ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രത്യേക ഇത് ഒരു സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട്, ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിയിലായതുകൊണ്ടും അതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ പാൽഗാം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി തോന്നുന്നുണ്ട്. ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന പോലെയല്ല, മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. ഏകദം പ്യുവർ വെള്ളം. അതേപോലെ തന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ അസഹനീയം. ഒരു 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ഇതിനകത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൈവരിക്കും. അത്രയ്ക്ക് തണുത്ത വെള്ളമാണ് ഈ വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ മുമ്പിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മളിവിടെയാണ് ഇനിയും 2 ദിവസം തങ്ങാൻ പോകുന്നത്. ഞങ്ങളതുകൊണ്ട് അവിടെ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്വാർട്ടേഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.